സദാനന്ദൻ മാസ്റ്റർ എംപിയുടെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ 30 വർഷത്തിനു ശേഷം കോടതിയിൽ കീഴടങ്ങി. CPM-കാരായ 8 പ്രതികളാണ് വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചത്. മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. സദാനന്ദൻ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 30 വർഷങ്ങൾക്കിപ്പുറം പ്രതികൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം മേൽക്കോടതി അടക്കം ഇവരുടെ ശിക്ഷ ശരിവെച്ച സാഹചര്യത്തിലാണ് ഇവർ കോടതിയിൽ ഹാജരാകുകയും തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സമയത്തിനകം ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. 1994 ഇത്തരത്തിലൊരു അക്രമം സദാനന്ദൻ നേരെ നടക്കുന്നത്. അന്ന് CPM-കാരായ 8 പേർ അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാലുകൾ വെട്ടിമാറ്റുകയുമായിരുന്നു. ഈ കേസ് കോടതിയിലെത്തുകയും കോടതി കേസിലെ 8 പ്രതികളെ 7 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴ ശിക്ഷ വിധിച്ചിരുന്നു. തുടർന്ന് ഇവർ മേൽക്കോടതിയിൽ പോയെങ്കിലും ജില്ലാ കോടതി അത് ശരിവെക്കുകയും തുടർന്ന് അവർ ഈ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി വിധിച്ച ശിക്ഷ കുറഞ്ഞു പോയെന്നാണ് വിലയിരുത്തിയത്. തുടർന്ന് 25,000 എന്ന പിഴത്തുക 50,000 ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇവരുടെ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് സുപ്രീം കോടതി പോലും ഈ പ്രതികൾ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇവർ ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. സാധാരണഗതിയിൽ 7 വർഷത്തിൽ കുറഞ്ഞ അല്ലെങ്കിൽ 7 വർഷം വരെയുള്ള ശിക്ഷകൾക്ക് ജാമ്യം നേടി മേൽക്കോടതിയെ സമീപിക്കാനുള്ളൊരു വ്യവസ്ഥ നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്. ആ ഒരു വ്യവസ്ഥ പ്രകാരമാണ് ഇത്രയും കാലം ഈ പ്രതികൾ എല്ലാവരും തന്നെ ജയിലിന് പുറത്തു കഴിഞ്ഞത്. സ്വാഭാവികമായും സുപ്രീം കോടതി അടക്കം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇവർ എന്തായാലും ഈ 7 വർഷത്തെ കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇവർ ഈ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഈ തലശ്ശേരി കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ മുഴുവൻ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ഏതായാലും 30 വർഷങ്ങൾക്കിപ്പുറം സദാനന്ദൻ മാസ്റ്ററെ കേസിലെ പ്രതികൾ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി പോകുമ്പോൾ വൈകിയാണെങ്കിലും നീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇക്കഴിഞ്ഞ ജനുവരി 25-നാണ് കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി വിധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. വിധിച്ച ശിക്ഷ കുറഞ്ഞു പോയെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികൾ എല്ലാവരും ഇപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ തലശ്ശേരി കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ശരി, മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സദാനന്ദൻ മാസ്റ്റർ എംപിയുടെ കാലുവെട്ടിയ കേസിലെ പ്രതികളായ CPM പ്രവർത്തകരാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. സുപ്രീം കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതികൾ ഇപ്പോൾ കീഴടങ്ങിയത്.